ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കവിത്രയത്തിൻ്റെ ജീവിതകാലം മലയാള കവിതയുടെ സുവർണകാലം തന്നെയായിരുന്നു. അതിനുശേഷം മറ്റൊരു വസന്തം ഭാഷയിൽ തളിർക്കുന്നത് ഇടപ്പള്ളി കവിതകൾ എന്ന് പേരുകേട്ട ഇടപ്പള്ളിയുടെയും ചങ്ങമ്പുഴയുടെയും മറ്റും കാലമായപ്പോഴാണ്. മലയാളത്തിൻ്റെ ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന മഹാകവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. വക്കീൽ ഗുമസ്തനായിരുന്ന തെക്കേടത്ത് നാരായണ മേനോൻ്റെയും ഇടപ്പള്ളി ചങ്ങമ്പുഴ തറവാട്ടിൽ ശ്രീമതി പാറുക്കുട്ടി അമ്മയുടെ മകനായി 1911 ഒക്ടോബർ 10 ഇടപ്പള്ളിയിലെ ചങ്ങമ്പുഴ വീട്ടിൽ ജനിച്ചു. ചങ്ങമ്പുഴയുടെ ബാല്യകാല വിദ്യാഭ്യാസം വളരെ ക്ലേശകരമായാണ് നിർവഹിച്ചത്. ഇടപ്പള്ളി മലയാളം പ്രൈമറി സ്കൂൾ, എറണാകുളം ഗവൺമെൻറ് ഹൈസ്കൂൾ, സെൻറ്റ് ആൽബർട്ട് സ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യയനം നടത്തിയ അദ്ദേഹം ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 10 വയസ്സിൽ പിതാവിനെ നഷ്ടപ്പെട്ട് യൗവനത്തിൻ്റെ ദുശീലങ്ങളിലേക്ക് വഴുതി വീണ ചങ്ങമ്പുഴയെ അധ്യാപകനായിരുന്ന അച്യുതൻ വാര്യരാണ് സാഹിത്യ ജീവിതത്തിലേക്ക് പിടിച്ചുകയറ്റിയത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കാലത്ത് തൻ്റെ സുഹൃത്തായ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ വർണ്ണത്തിൽ മനംനൊന്തെഴുതിയ വിശ്വപ്രശസ്തമായ കൃതിയാണ് രമണൻ. 25-ാം വയസ്സിലാണ് അദ്ദേഹം ഈ കാവ്യം എഴുതിയത്. മലയാളത്തിൽ തന്നെ ഏറ്റവും അധികം പതിപ്പുകൾ പുറത്തു വന്നിട്ടുള്ള കവിതാ പുസ്തകമാണിത്. എറണാകുളത്തും തിരുവനന്തപുരത്തുമായി ഉന്നത വിദ്യാഭ്യാസം നടത്തി. മലയാള സാഹിത്യത്തിൽ ഓണേഴ്സ് ബിരുദം നേടിയ ചങ്ങമ്പുഴ 2 കൊല്ലത്തെ പട്ടാള സേവനത്തിന് ശേഷം മദ്രാസ് ലോ കോളേജിൽ ചേർന്നുവെങ്കിലും നിയമപഠനം പൂർത്തിയാക്കിയില്ല. 1940 അദ്ദേഹം ശ്രീദേവിയമ്മയെ വിവാഹം ചെയ്തു. കുടുംബജീവിതം ഒരുവിധം ഭംഗിയായി മുന്നോട്ടു പോകുമ്പോഴാണ് കവി ഒരു പുതിയ പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്നത്. 1944-45 കാലഘട്ടത്തിൽ എഴുതിയ സ്പന്ദിക്കുന്ന അസ്ഥിമാടം, ഓണപ്പൂക്കൾ എന്നീ കവിതകളിൽ ഈ പ്രണയത്തിൻ്റെ ഭാവസ്ഫുരങ്ങൾ കാണാവുന്നതാണ്. അക്കാലത്ത് ഫലപ്രദമായ ചികിത്സ ലഭ്യമല്ലാതിരുന്ന ക്ഷയരോഗം ചങ്ങമ്പുഴയെ ബാധിച്ചു എന്നതാണ് പിന്നീടുണ്ടായ ദുരന്തം. എങ്കിലും മനസ്വിനി, കാവ്യനർത്തകി, മയക്കം തുടങ്ങിയ ഒട്ടേറെ കവിതകൾ രചിച്ചത് രോഗബാധിതനായ ശേഷമാണ്. ചങ്ങമ്പുഴ കവിതകൾ ദുഃഖം, പ്രേമം, ആനന്ദം എന്നീ തീവ്ര വികാരങ്ങളുടെ ആവിഷ്കാരമാണ്. അവസാന കാലത്ത് തന്നെ സഹായിച്ചവരോടുള്ള നന്ദി പ്രകാശനമായി അവസാന രചനയായ നീറുന്ന തീച്ചുള എന്ന കവിതയെ കാണാവുന്നതാണ്. 1948 ജൂൺ 17 ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന മഹാകവി അന്ത്യശ്വാസം വലിച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇടപ്പള്ളിയിൽ ചങ്ങമ്പുഴ സാംസ്കാരിക സമിതി, കലാവേദി, ചങ്ങമ്പുഴ സ്മാരക ഗ്രന്ഥശാല, ചങ്ങമ്പുഴ പാർക്ക് എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. വർഷം തോറും ചങ്ങമ്പുഴയുടെ ഓർമ്മയ്ക്ക് വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു പോരുന്നു. 2017 കൊച്ചി മെട്രോ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ചങ്ങമ്പുഴ പാർക്ക് മെട്രോ സ്റ്റേഷനും നിലവിൽ വന്നു. കവിതാ സമാഹാരങ്ങളും ഖണ്ഡകാവ്യങ്ങളും പരിഭാഷകളും നോവലും ഉൾപ്പെടെ 57 കൃതികൾ ചങ്ങമ്പുഴ കൈരളിക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. അതിമനോഹരങ്ങളായ ഈ കാവ്യങ്ങൾ കൊണ്ട് തന്നെയാവാം ജോസഫ് മുണ്ടശ്ശേരി അദ്ദേഹത്തെ നക്ഷത്രങ്ങളുടെ പ്രേമഭാജനം എന്ന് വിശേഷിപ്പിച്ചത്.